എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സെന്റ് ജോസഫ് ഡേയും വർക്കേഴ്സ് ഡേയും ഒരുമിച്ച് ആഘോഷിക്കാനാണ്. സോ എത്തിച്ചേർന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. To begin today's program, I would like to invite our beloved James Sheran for the welcome speech. James Sheran, please come to the stage. നമ്മുടെ ഇടവകയിലെ വികാരിയത്തിനെ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. ബാക്കി നമ്മുടെ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സ്വരക്കം നോക്കി
സ്നേഹമുള്ള കളിക്കാരന്മാരെ, പ്രിയ സഹോദരി സഹന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നസ്രത്തിലെ തച്ചനായ തിരുക്കുടുംബത്തിന്റെ സംരക്ഷകനായ യേശുപിതാവിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ബൈബിളിൽ എവിടെയും വിശുദ്ധ യേശുപിതാവിനെ പറ്റി സംസാരിച്ചിട്ടില്ല. എങ്കിലും വിശുദ്ധ യേശുപിതാവിന്റെ ജീവിതം ഈ ലോകത്തിന് വളരെയേറെ സന്ദേശങ്ങൾ നൽകുന്നു. യേശുപിതാവിനെ പറ്റി പഠിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒന്ന്, ദൈവത്തോടുകൂടിയുള്ള ഐശ്വര്യം. ദൈവത്തിന്റെ മാലാഖ വിശുദ്ധ യേശുപിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പലതരം കാവൽക്കാർ. വിശുദ്ധ യേശുപിതാവ് തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളിലും കഷ്ടപ്പാടുകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തി ഉണ്ണീശോയും മാതാവിനെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നിന്നു. ഇതുപോലെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുമ്പോൾ ഈശോയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കട്ടെ. ആഗോള സഭയിലും നമ്മുടെ കുടുംബത്തിലും തിരുസഭയിലെല്ലാം വിശുദ്ധ പിതാവിനെ കാവൽ കുടുംബത്തിന്റെ കാവൽക്കാരനായി നമ്മളെല്ലാവരും വണങ്ങുന്നു. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുപിതാവിന്റെ മാധ്യസ്ഥം വഴി ധാരാളം നന്മകൾ ലഭിച്ചിട്ടുണ്ട്.
തൊഴിൽപരമായ ഇടങ്ങളിൽ എനിക്ക് യേശുപിതാവിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ കുടുംബത്തിലും ധാരാളം അനുഗ്രഹങ്ങൾ യേശുപിതാവ് വഴി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ വാർഡിലുള്ള ഓരോ കുടുംബത്തിലും നമ്മുടെ ഇടവക സമൂഹത്തിലും യേശുപിതാവിന്റെ മാധ്യസ്ഥ വഴി ധാരാളം നന്മകൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശുപിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ നിർത്തുന്നു.
ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സെന്റ് ജോസഫ് ബാഗിലെ എല്ലാ കുടുംബാംഗങ്ങളെയും എല്ലാവർക്കും ഈ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ ഭവനത്തിൽ ഒന്നിച്ചു കൂടുവാൻ നമ്മളെ ക്ഷണിച്ചതിനും ഇതില് എല്ലാം ഒരുക്കിയതിനും കരണ്ടെല്ലാം പോയി എങ്കിലും വളരെ ക്ഷമയോടെ എല്ലാവരും സഹകരിച്ച് എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ജെയിംസേട്ടനെയും കുടുംബത്തെയും അനുമോദിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാരെ, ഈ വാർഡിന്റെ പ്രിയങ്കരങ്ങളായ കമ്മിറ്റിക്കാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ആദ്യമേ തന്നെ യോസേപ്പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ നേരട്ടെ. നമുക്കെല്ലാം അറിയാം, കുടുംബജീവിതത്തിന്റെ മധ്യസ്ഥനായ യോസേപ്പിതാവിനെ നമ്മളേറെ ബഹുമാനിക്കണം. നമ്മുടെ വാർഡിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് യോസേപ്പിതാവ് എന്ന് ഇന്ന് കൂടുതൽ തെളിഞ്ഞിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, പ്രാർത്ഥനയുടെ സമയത്ത് കാറ്റടിച്ച് മഴയുടെ പ്രകമ്പനവുമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ പരിപാടി കുളമായല്ലോ എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ കണ്ടില്ലേ, അനുഗ്രഹം വാരിച്ചൊരിഞ്ഞു. നമ്മുടെ മധ്യസ്ഥ പിതാവിന്റെ ഏറ്റവും വലിയ ഒരു സാക്ഷ്യമാണ് ഇവിടെ ഇന്ന് ഈ മഴ ഇവിടെ മാറി നിൽക്കുന്നത്. തച്ചന്റെ ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ച ശ്രദ്ധയും ആത്മസമർപ്പണവും ഏകാഗ്രതയും എല്ലാം നമുക്ക് പകർന്നു തന്നുകൊണ്ട് ജീവിതത്തിന്റെ മഹത്തായ ഒരു സന്ദേശം നൽകിയ യോസേപ്പ് പിതാവ്, സ്നേഹത്തിന്റെ ഭാഷ നിശബ്ദമായി യാത്രയുടെ ഒരു മനസ്സോടെ സ്വീകരിച്ച യോസേപ്പ് പിതാവ്, ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ ലിസയ്ക്ക് ഒരു വലിയ സ്നേഹത്തിൻ്റെതായ ഒരു വലിയ ആദരവ് ഞങ്ങൾക്ക് തരണമെന്നുണ്ട്. നല്ലൊരു കയ്യടിയാണ് അതിന്റെ ഏറ്റവും വലിയ ആദരവ്. ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അത് മാത്രമല്ല, മഹോത്സവത്തിന് തന്നെ നെടുംതൂണായി ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ജോഷി അച്ഛനെ ഈ കൂട്ടായ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ ലിസയും കൂടെ വന്ന ഞങ്ങളുടെ സ്നേഹനിധികളായ സിസ്റ്റേഴ്സിനും ഈ ഒരു കൂട്ടായ്മയുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഇടവകയെ നയിക്കുന്ന കൈക്കാരന്മാർ ഈ ഞായറാഴ്ച അവരുടെ ഔദ്യോഗിക പദവി മറ്റുള്ളവരിലേക്ക്, മറ്റു 4 പേരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇതുവരെ അച്ഛനോടൊപ്പം നിന്ന് അവരവരുടെ കർമ്മപദം വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അവർക്ക് ഞങ്ങൾ നൽകുന്ന ഒരു സെൻഡ് ഓഫ് കൂടിയാണ് ഈ ഒരു വേദി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന കൈക്കാരന്മാർക്ക് നന്ദി പറയുകയാണ്. മറ്റുള്ളവർ 2 പേരും മറഞ്ഞു നിന്നുകൊണ്ട് സപ്പോർട്ട് കൂടുതൽ ചെയ്യുമ്പോൾ ഇവര് മുന്നോട്ട് നമ്മളെ ഒരിക്കലും പുറകോട്ട് വലിക്കാതെ മുന്നോട്ടേക്ക്